So in the last class, we discussed what is point objects, what are the possible motions for point objects, and then what is an extended body or a rigid body. Now we will continue with rigid body dynamics. So rigid body is a collection of point objects or point particles such that distance between any two particle remains the same. Such a body is called a rigid body. Okay. Remains the same. Now, suppose you have a rigid body of arbitrary shape. Suppose it is like a sphere, okay. Not an arbitrary shape, it is like a sphere. Now, you can have two different kinds of motion for this particle. You can have two different kinds of motion for this particle. One is this can move in this direction with some velocity such that its position will changes continuously. ഈ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാം? ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിരിക്കുന്ന ലൈനിൽ മൂവ് ചെയ്ത് പോകും. ഓക്കെ, നിരങ്ങി പോവാം, സ്ലൈഡ് ചെയ്ത് പോകാമെന്ന് കരുതുക. ഇതൊരു സർഫസിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇതൊരു സർഫസിൽ ഇരിക്കുകയാണ്, അതിലൂടെ നിരങ്ങി റൈറ്റിലേക്ക് പോവാം. The second possibility is the same sphere, it can rotate about an axis, something like this. Consider an axis like this, and it can rotate ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മൂവ്. ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റൊട്ടേഷണൽ മോഷനിൽ ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. സർക്കിൾ വരച്ച അനുസരിച്ച് ഈ എൻഡിലുള്ള ഒരു പാർട്ടിക്കിളാണ് നിങ്ങൾ കൺസിഡർ ചെയ്ത് ആ പാർട്ടിക്കിളിന്റെ മോഷൻ മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലായിരിക്കും. ആ പാർട്ടിക്കിൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഒരു പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പാർട്ടിക്കിളിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഒരു സർക്കിൾ. കുറച്ചും കൂടെ ഈ ഭാഗത്തുള്ള ഒരു പാർട്ടിക്കിളിനെ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക, ഇത്രയും റേഡിയസ് ഉള്ള ഒരു സർക്കിളിലായിരിക്കും. Is it clear? All particles in the sphere will move in a circular path with this blue axis as the center of the circle. ഈ ബ്ലൂ ആക്സിസ് സെന്റർ ആക്കിയിട്ട് എല്ലാ പാർട്ടിക്കിൾസും ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ശരിയാണോ? ആദ്യത്തെ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. ദിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ.
കേൾക്കാമോ? So these are the two possible motion for a rigid body. One is translation. One is translation, in which all the particles move with the same velocity. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇതെല്ലാവരും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുക. All the particles move with the same velocity. Okay. രണ്ടാം, and the body will transfer from one point to another. Body will transfer from one point to another. In the second case, all the particles rotate in a circle. All particles undergoes circular motion. Around the axis of rotation. ഏത് ആക്സിസിനെ ബോട്ടായിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി, ആ ആക്സിസിന് ചുറ്റും സർക്കുലർ പാത്തിൽ എല്ലാ പാർട്ടിക്കിൾസും മൂവ് ചെയ്യും. ഓക്കെ. All particles will have same angular velocity. എല്ലാ പാർട്ടിക്കിളും ഒരു റൗണ്ട് കറങ്ങി എത്താനായിട്ട് ഒരേ സമയമാണ് എടുക്കുക. ഒരു റൗണ്ട് കറങ്ങി എത്താൻ എല്ലാവരും ഒരേ സമയം എടുത്തില്ല എങ്കിൽ ആ ബോഡിയുടെ ഷേപ്പ് മാറിപ്പോകും. ഈ പാർട്ടിക്കിൾ ഒരു റൗണ്ട് കറങ്ങി എത്തുന്ന സമയം കൊണ്ടല്ല ഈ പാർട്ടിക്കിൾ കറങ്ങി എത്തുന്നതെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിളിനിടയ്ക്കുള്ള ദൂരം മാറും. ശരിയല്ലേ? ഈ രണ്ട് പാർട്ടിക്കിളിനിടയ്ക്കുള്ള ദൂരം ഫിക്സഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ താഴെയുള്ള ഈ ഗ്രീൻ പാർട്ടിക്കിൾ ഒരു റൗണ്ട് കറങ്ങി എത്തുന്ന സമയം കൊണ്ട് തന്നെ ഈ യെല്ലോ പാർട്ടിക്കിൾ ഒരു റൗണ്ട് കറങ്ങി എത്തണം. ഇല്ല എങ്കിൽ അവർക്കിടയ്ക്കുള്ള ദൂരം മാറും. ദൂരം മാറിക്കഴിഞ്ഞാൽ റിജിഡ് ബോഡി എന്നുള്ള ഡെഫിനേഷൻ മാറും. നമ്മളിപ്പോൾ റിജിഡ് ബോഡിയെ പറ്റി മാത്രമാണ് പറയുന്നത്. റിജിഡ് ബോഡി ആയിട്ട് നിൽക്കണമെങ്കിൽ എല്ലാ പാർട്ടിക്കിളിനും ഒരു റൗണ്ട് കറങ്ങാൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കണം. ഒരു റൗണ്ട് കറങ്ങാൻ എടുക്കുന്ന സമയം സെയിം ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ആംഗുലാർ വെലോസിറ്റി ആണെന്നാണ്. ഓക്കെ. ഹലോ, ആദ്യത്തെ കേസിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ പാർട്ടിക്കിൾസ് ഹാവ് സെയിം എന്ത് വെലോസിറ്റിയാണ്? ലീനിയർ വെലോസിറ്റി. This is pure translation. Pure rotation means all particles have same angular velocity. Is it clear? So ഒരു പോയിന്റ് പാർട്ടിക്കിളിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് പാർട്ടിക്കിൾ കൂടെ തന്നെയാണ് ആക്സിസ് പാസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ റൊട്ടേഷൻ പറയാൻ പറ്റില്ല. കാരണം ആക്സിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഉള്ളത്. ആക്സിസും അതുവഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൊട്ടേഷൻ പറയാൻ പറ്റില്ല. ഇതൊരു ഫൈനൈറ്റ് സൈസ് ഉള്ള ബോഡിയാണ്. ഈ സ്ഫിയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സൈസ് ഉണ്ട്. ഇങ്ങനെ ഒരു ആക്സിസ് എടുത്താൽ അതിലത്തെ ഓരോ പാർട്ടിക്കിളിനും ഒരു സർക്കുലർ പാത്തിൽ കറങ്ങാനുള്ള സ്പേസ് ഉണ്ടാവും. അതേസമയം ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസും അതുവഴി തന്നെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ അവിടെ റൊട്ടേഷൻ ഒരു പോസിബിലിറ്റി ഇല്ല. ഈ ബോഡി മൊത്തത്തിൽ നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം മാറി. രണ്ടാമത്തെ മോഷൻ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതിലത്തെ സ്ഫിയറിന്റെ പൊസിഷൻ ഒരു ചേഞ്ചും ഇല്ല. സ്ഫിയർ ഇവിടെ തന്നെ എപ്പോഴും ഇരിക്കുന്നത്. പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ഫിയർ ഇവിടെ നിന്ന് മാറി കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടേക്ക് എത്തും. സോ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. റൊട്ടേഷന്റെ കേസിൽ ദർ ഈസ് നോ ട്രാൻസ്ലേഷൻ. ബോഡി അവിടെ തന്നെ നിൽക്കുകയാണ്. ബോഡിയുടെ പൊസിഷൻ ഒന്നും മാറുന്നില്ല. എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ബോഡി ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോഡിയുടെ പൊസിഷൻ ആസ് എ ഹോൾ ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ബോഡി ഒരു ഫിക്സഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളും ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുക വിത്ത് ദ സെയിം ആംഗുലാർ വെലോസിറ്റി. ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൊട്ടേഷൻ എന്നൊരു കോൺസെപ്റ്റ് എടുക്കാൻ പറ്റില്ല. ഒരു പോയിന്റ് പാർട്ടിക്കിളിന് തന്നെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പോയിന്റ് പാർട്ടിക്കിളിന് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ആ മോഷനെ ട്രാൻസ്ലേഷൻ എന്നേ വിളിക്കുകയുള്ളൂ, റൊട്ടേഷൻ എന്ന് വിളിക്കില്ല. റൊട്ടേഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ ഒരു പോയിന്റ് മാറിയിട്ട് ഇത്തിരി ഫൈനൈറ്റ് സൈസ് വരണം. ഇത്രയെങ്കിലും സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആക്സിസിൽ കറങ്ങുന്നു എന്ന് പറയാം. ഒന്നുകിൽ ഒരു ഫൈനൈറ്റ് സൈസ് ഉള്ള ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് പോയിന്റ് പാർട്ടിക്കിൾ.
അങ്ങനെയാണെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ അബൌട്ടായിട്ട് ഇങ്ങനെ കറങ്ങുന്നു എന്ന് വേണം ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ കറങ്ങുക, ഈ പാർട്ടിക്കിളും ഇങ്ങനെ ഒരു സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് പാർട്ടിക്കിളിന് തന്നെയായിട്ട് നമുക്ക് റൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ പോയിന്റ് പാർട്ടിക്കിൾസ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ബോഡി വേണം റൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. ഈ പോയിന്റ് ക്ലിയർ ആണോ? ഹലോ? ഓക്കെ. Now, if a rigid body has simultaneous translation and rotation, എന്ത് സംഭവിക്കും? ട്രാൻസ്ലേഷനും ഉണ്ട്, അതിൻ്റെ കൂടെ റൊട്ടേഷനും ഉണ്ട്. then it is called rolling. ഒരു ബോഡി, ഇപ്പം ഞാൻ നേരത്തെ എടുത്ത കേസ് തന്നെ, ഒരു സ്ഫിയർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ സ്ഫിയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ അത് കറങ്ങിക്കൊണ്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ആക്സിസിൽ. ഓക്കെ, ഇങ്ങനെ ഒരു ആക്സിസിൽ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഒമേഗ എന്നൊരു ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടേക്ക് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് റൊട്ടേഷനും ഉണ്ട്, എന്നാൽ അതൊരു സ്ഥലത്ത് നിൽക്കുകയല്ല, ട്രാൻസ്ലേഷനും ഉണ്ട്. സോ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോളിംഗ് ഈസ് ദ സം ഓഫ് റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ. ക്ലിയർ ആണോ? ഹലോ? ഒരു മിനിറ്റ്.